കേസ് നമ്മൾ തോറ്റു. ഈശ്വര, നിങ്ങൾ എന്തായി പറയുന്നേ? വക്കീല് പറഞ്ഞത് വിധി ഉറപ്പായി നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നല്ലേ? വക്കീലന്മാർ അങ്ങനെയല്ലേ പറയൂ. വിധി വന്ന ശേഷം അയാൾ പറയുന്നത് ഇനി അപ്പീൽ പോയിട്ട് ഒരു കാര്യമില്ലെന്നാ. അതെന്താ ഇപ്പൊ അങ്ങനെ പറയുന്നത്? ശരിക്കും നമുക്ക് അവകാശപ്പെട്ട സ്വത്തല്ലേ എന്ന് ചോദിച്ചാ അതെ. പക്ഷെ അത് കോടതിക്ക് കൂടെ ബോധ്യപ്പെടണ്ടേ? സത്യം പറഞ്ഞ വിധി ഇങ്ങനെ എതിരാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ആരും പ്രതീക്ഷിച്ചതല്ല. പിന്നെ എന്തുകൊണ്ട് മാറിയെന്ന് ഞാൻ പറയാം. ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ശാപം. ഒട്ടും പ്രതീക്ഷിക്കാതെ എത്രാമത്തെ ദുരിതങ്ങളായി ഈ കുടുംബത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നേ. ഇതൊക്കെ എന്ന് മുതലാണെന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ലെന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ ജോത്സ്യര് പറഞ്ഞ പരിഹാരം എത്രയും വേഗം ചെയ്യണം. ഇല്ലെങ്കിൽ കുടുംബം തന്നെ നശിച്ചു പോകും. ഇല്ല അരുന്ധതി, ഒരു ജീവൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പരിഹാരമൊന്നും എന്തായാലും നടക്കില്ല. നിനക്കിതിലൊക്കെ അത്ര വിശ്വാസമാണെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ആ ജോത്സ്യനോട് തന്നെ ചോദിക്കുക. അതൊക്കെ ഞാൻ ചോദിച്ചതാ. ആ ജീവൻ അങ്ങ് കളയല്ലാതെ വേറൊരു പരിഹാരവും ഇല്ല. കാവ്യക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകും. എനിക്കൊന്നും അറിയില്ല. മതി, എനിക്ക് ഇങ്ങനെ ഒരു സമ്മതം കിട്ടിയാൽ മതി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കാവ്യ പോലും അറിയാതെ എന്താ വേണ്ടെന്ന് വെച്ച് ഞാൻ ചെയ്തോളാം. ആദി, നീ എന്ത് പണിയെ കാണിച്ചേ? എന്താ? പ്രവീണിന്റെ നീ എന്തിനാ തല്ലിയേ? ഓ, അതാണോ? ഞാനൊരാളുടെ ദേഹത്ത് വെറുതെ കൈവയ്ക്കില്ലാന്ന് നിനക്കറിയാലോ. ആരാ നിന്നോട് പറഞ്ഞത്? വേറെ ആരുമല്ല, പ്രവീൺ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞേ. അവൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പോയെങ്കിൽ പോട്ടെ, അവനെപ്പോലെ ഒരുത്തനെ ഇനി ഇവിടെ ആവശ്യമില്ല. നീ എന്തറിഞ്ഞിട്ടാ ആദ്യം ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രവീൺ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അവനെ തല്ലിയത്? അവൻ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ തല്ലി. അയാളിപ്പോ ഹോസ്പിറ്റലില്ല. അതിന്റെ പേരിൽ വർക്ക്ഷോപ്പിലെ തൊഴിലാളികൾ പണി മുടക്കി. ഞാൻ വന്ന് സംസാരിച്ച ശേഷം കാര്യങ്ങളൊക്കെ ശരിയായത്. ഇതൊന്നും പ്രവീൺ നിന്നോട് പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു. പ്രവീൺ സോമനെ അടിച്ചത് തെറ്റ് തന്നെയാ. പക്ഷെ അത് എന്തിനാണെന്ന് നീ അന്വേഷിച്ചോ? എന്തിനായിരുന്നാലും ഇവിടുത്തെ വേറൊരു സ്റ്റാഫിന്റെ ദേഹത്ത് കൈവയ്ക്കാനുള്ള അവകാശമൊന്നും അവനിവിടെ ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായ അവനത് നമ്മളെ അറിയിക്കണം. അതങ്ങനെ ഒരു പ്രശ്നമല്ല ആദി. ഈ സോമൻ എന്ന് പറയുന്നവൻ ഡ്യൂട്ടി സമയത്ത് പോലും മദ്യപിക്കുന്ന ആളാ. ഇന്നും അയാൾ മദ്യപിച്ചിട്ടാ ജോലിക്ക് വന്നത്. പ്രവീൺ അയാളെ ഉപദേശിച്ച് നന്നാക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാ. ഇങ്ങനെ മദ്യപിച്ച് നടന്ന ചേട്ടന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും? 2 പെൺകുട്ടികളുള്ളതല്ലേ, ഈ വെള്ളമടി നിർത്തുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സോമ വയലന്റായി. പിന്നെ അയാൾ പറഞ്ഞതൊക്കെ ആദിത്യനോട് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാ. കുടുംബം നോക്കുന്നതിനെ കുറിച്ച് നിനക്കെന്താ പറയാൻ അധികാരം? നിന്റെ ഭാര്യ നീ ഇപ്പൊ ഒരുമിച്ചാണോ ജീവിക്കുന്നത്? എന്ന് വേണ്ട, അർച്ചനയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എന്തിന് ചേട്ടനായ ആദിത്യനെ കുറിച്ച് പോലും പറയാൻ തുടങ്ങിയപ്പോഴാ സഹിയായിട്ട് പ്രവീൺ കൈവച്ചത്. ഇതൊക്കെ പ്രവീൺ പറഞ്ഞല്ലേ? അല്ല, ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നൊരു അന്വേഷണം നടത്തിയപ്പോ കിട്ടിയ വിവരങ്ങളാ. അതിനുശേഷമാണ് പ്രവീണ് പറയാനുള്ളത് കേട്ടത്. എന്നിട്ട് പപ്പനും ശിവനും എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അവർക്കും അപ്പൊ കൂടുതലൊന്നും അറിയില്ലായിരുന്നു. പ്രവീൺ ഒരു സ്റ്റാഫിനെ തല്ലി. അതിന്റെ പേരിൽ അയാളോട് താല്പര്യമുള്ളവരെല്ലാവരും ജോലി നിർത്തിവെച്ചു. ഒരു ഭാഗം മാത്രം കേട്ട് പ്രവീണിനെ നീ തല്ലിയത് ഒട്ടും ശരിയായില്ല. അത് നന്ദിനി, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്. അങ്ങനെ എടുത്തു ചാടി പ്രതികരിക്കാവുന്ന ഒരു സ്ഥാനത്താണോ ആദ്യം ഇപ്പൊ ഇരിക്കുന്നത്? വരുമാനത്തിന്റെ പേരിൽ എന്റെ അഭിമാനം പണയം വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ ഇനി ജോലിക്ക് പോകുന്നില്ല വെച്ചാൽ പോകുന്നില്ല.
അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.